ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പെസഹായും കുരിശപ്പം ഉണ്ടാക്കുന്നതൊക്കെ ആട്ടോ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അമ്മയാണ് കേട്ടോ പെസഹപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പൊടിപ്പിച്ച് വെച്ച പൊടി അതിലേക്ക് തേങ്ങയാട്ടോ ആഡ് ചെയ്യുന്നത്. തേങ്ങ നമ്മൾ നല്ലോണം അരച്ചിട്ടല്ല, അത്യാവശ്യം നല്ല അരിഞ്ഞ് തേങ്ങയും പിന്നെ ജീരകം അരച്ചത്, പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി നല്ലോണം അരച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഉപ്പ്, പിന്നെ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉഴുന്ന്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുരിശപ്പത്തിനുള്ള മാവ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നല്ലോണം പരത്തിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓശാനിക്ക് കിട്ടിയ കുരുത്തോല കട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മൾ കുരിശാകൃതിയിൽ അപ്പത്തിന് മുകളിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലത്തിൽ ഇൻട്രിയപ്പം കൂടെ പുഴുങ്ങിയെടുക്കും കേട്ടോ. അത് നമ്മൾ ഈ സെയിം മാവ് തന്നെ വാഴയിലേക്കകത്ത് പരത്തിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കലത്തിൽ പുഴുങ്ങുന്ന ശരിക്കും പറഞ്ഞാൽ പഴയ രീതിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇഡ്ഡലി ചെമ്പിനകത്ത് ആവി കയറ്റാറാണ്. പക്ഷെ നമ്മൾ പഴയ രീതി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കലത്തിൽ ചകിരിയും അതിൻ്റെ ഉള്ളിൽ വാഴയുടെ തണ്ടൊക്കെ വെച്ച് വെള്ളം നിറച്ച് അതിന് മുകളിൽ നമ്മൾ ഇൻട്രിയപ്പം, അതിന് മുകളിൽ നമ്മൾ കുരിശപ്പം വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എത്തി. അപ്പോൾ നമ്മുടെ ഗൃഹനാഥൻ പപ്പയാണ് കേട്ടോ അപ്പം മുറിക്കുന്നത്. അപ്പം മുറിച്ച് മുതിർന്നവരനുസരിച്ച് താഴേക്ക് പപ്പ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹേതൻ്റെ ഫസ്റ്റ് പെസഹ കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ ആകെ അലമ്പായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും കൂടി നന്നായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.